ഹോസ്പിറ്റലിലാ പോയിരുന്നു ശാന്തേച്ചി. കാലിന് നല്ല നീരുണ്ട്. അധിക ദൂരം നടക്കേണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. മോളെ മീനൂട്ടി ഒന്ന് വേഗം വാട്ടോ. ആമേ ഞാൻ ഇപ്പം വരാം. അമ്മു ചേച്ചി കളിക്കുന്ന കണ്ടപ്പോ ഞാൻ ഓടി വന്നതാ. മീനൂട്ടേ മീനൂട്ടേ. അമ്മേ ഈ അച്ഛൻ വന്നു. അച്ഛനിന്ന് നേരത്തെയാ? ഇന്ന് കുറച്ച് നേരത്തെയാ. അമ്മയ്ക്ക് വയ്യാതല്ലേ? നീ അമ്മയെ സഹായിച്ചോ മീനൂട്ടി? ഞാനിന്ന് അടിച്ചു വാരാനും പാത്രം കഴുകാനും ഒക്കെ സഹായിച്ചോ. ഇനി ഞാൻ വലുതാകുമ്പോൾ ഡോക്ടറായി എല്ലാവരും സഹായിക്കും. മിടിക്ക് കുട്ടി അച്ഛനെ കൊല്ലുമ്പോൾ തന്നെ. നാളെ മോളെ സ്കൂളിലേക്കുള്ള കാര്യങ്ങൾക്ക് എനിക്ക് പേടിയാകുന്നു. ഈ കാലം വെച്ച് ഞാൻ എങ്ങനെ എന്റെ മോളെ സ്കൂളിലേക്ക് വിടണേ? നാട്ടിലെന്തും തിരിവ് പട്ടികയുടെ ആക്രമണമാ. സ്കൂളിലേക്ക് എങ്ങനെയാ എന്റെ കുട്ടിയെ വിടണേ? നീ വിഷമിക്കേണ്ട രേണു. അവൾക്ക് കൂട്ടിന് അമ്മുക്കുട്ടിയില്ലേ? അവൾ നോക്കിക്കോടും നമ്മുടെ മോളെ. നീ വിഷമിക്കേണ്ടോ. അമ്മേ ഈ അമ്മു ചേച്ചി വന്നു. നമ്മൾ ഇപ്പം വരാട്ടോ സ്കൂളിൽ വിട്ട്. ശരി മക്കളെ. മോളെ അമ്മുക്കുട്ടി ശ്രദ്ധിച്ചു പോകണേ മക്കളെ. അമ്മു ചേച്ചി ദൂരെ നിന്ന് പട്ടികളുടെ കുര കേൾക്കുന്നു. എനിക്ക് പേടിയാകുന്നു അമ്മു ചേച്ചി. പേടിക്കണ്ട മീനൂട്ടി. പട്ടികൾ വന്നാ നമുക്ക് ഏതെങ്കിലും വീട്ടിലൊളിക്കാട്ടോ. മോളെ മീനൂട്ടി നീ പറഞ്ഞത് ശരിയാ മോളെ. പട്ടികൾ നമ്മളെ നേരത്തെ ഓടി വരും. മോളെ മീനൂട്ടി ഓടിക്കോ. അയ്യോ എന്നെ കടിക്കല്ലേ. അച്ഛാ അമ്മേ എന്നെ കടിക്കല്ലേ. എന്നെ കാല് എന്നെ കടിക്കല്ലേ. അയ്യോ ആരെങ്കിലും എന്നെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ. നിങ്ങൾ വിഷമിക്കേണ്ട. കുട്ടിയെ വന്നപ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. മുഖത്തിലാണ് ഏറ്റവും കൂടുതൽ കടിയേറ്റത്. നിങ്ങൾ വിഷമിക്കേണ്ട. എന്റെ മകൾക്ക് ഇഞ്ചക്ഷൻ എടുത്തോ ഡോക്ടറെ. ഒരാപത്തും കൂടാതെ എന്റെ മോളെ തിരിച്ചു തരണം എന്റെ ഡോക്ടറെ. നിങ്ങൾ വിഷമിക്കേണ്ട. കുട്ടിയെ വന്നപ്പോൾ തന്നെ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. മുഖത്തിലാണ് ഏറ്റവും കൂടുതൽ കടിയേറ്റത്. നിങ്ങൾ വിഷമിക്കേണ്ട. മോളെ മീനൂട്ടി എന്തെങ്കിലും ഒന്ന് കഴിക്കും മോളെ. മോൾക്ക് ഇഷ്ടപ്പെട്ട പാൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് മോളെ. എന്തെങ്കിലും ഒന്ന് കഴിക്കും മോളെ. മോൾക്ക് പനിയുള്ളതല്ലേ. എന്തെങ്കിലും ഒന്ന് കഴിക്കും മോളെ. അമ്മേ എനിക്കൊന്നും വേണ്ട. കഞ്ഞി പോയിട്ട് ഒരു ഉമനീര് പോലും എനിക്ക് പറ്റുന്നില്ല അമ്മേ. ദാഹിച്ചിട്ട് വയ്യാണ്ട് വെള്ളം കാണുമ്പോ എനിക്ക് പേടിയാവുന്നു അമ്മേ. ഞാൻ മരിച്ചു പോകും എന്റെ അമ്മേ. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ മോളെ. എന്റെ മോൾക്ക് ഒന്നും സംഭവിക്കില്ലാട്ടോ. മോളെ നമ്മൾ വേറെ റൂമിലേക്ക് മാറ്റുകയാണ്. മോൾക്ക് നല്ല പണിയൊന്നും വയ്യാറുണ്ട്. നമ്മൾ വേറെ റൂമിലേക്ക് മാറ്റുകയാണ്. നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചു. എന്റെ മോള് നമ്മളെ വിട്ടുപോയി. അവൾ നമ്മളെ വിട്ടുപോയി. ഇല്ല ഞാനിത് സഹിക്കില്ല. എനിക്കിത് സഹിക്കാൻ പറ്റില്ല. 15 വർഷത്തിന് ശേഷം കിട്ടിയ നിധിയാണിവൾ. ഏത് പ്രതീക്ഷ ഇവിടായിരുന്നില്ലേ ബാലട്ട. എന്തൊക്കെ സ്വപ്നമായിരുന്നു. എല്ലാം തകർന്നില്ലേ മീനൂട്ടി. ഒരിച്ചു വെള്ളം പോലും ലഭിക്കാതെ എന്റെ മോൾ ദൈനികരമായി മരിച്ചില്ല. ഇനി ഒരു ജന്മമാർഗം ഈ ഒരു ഗതിയുണ്ടാവരുത് എന്റെ മോളെ. അതെ സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പൗരന് നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഒന്നാണ്. ഇതിനൊക്കെ ഒരു